അർഹരായവരെ ക്രമക്കേടിലൂടെ ഒഴിവാക്കി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി നിയമനം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് കായംകുളം നഗരസഭ 39-ാം വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസിന്റെ വീട്ടിലേക്ക് കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കൗൺസിലർ സ്ഥാനവും അർഹമായി നേടിയ വർക്കർ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിലെ അംഗൻവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് നടത്തി അർഹരായവരെ ഒഴിവാക്കി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി കായംകുളം നഗരസഭ 39-ാം വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസ് നിയമനം തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചും ഷീബ ഷാനവാസ് കൗൺസിലർ സ്ഥാനവും അനർഹമായി നേടിയ വർക്കർ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീബ ഷാനവാസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ജനാധിപത്യ പ്രതിഷേധ പരിപാടികളിൽ അത്തരം സമരങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. ഇത്തരത്തിൽ കൗൺസിലറുടെ വീട്ടിലേക്ക് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുവാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. കായംകുളം നഗരസഭ ഇന്ന് അഴിമതിയുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അഴിമതിയുടെ നിർവഹണത്തിന് വേണ്ടി പദ്ധതിയുടെ നിർവഹണമെന്നാണ് നമ്മളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യത്തെ പറ്റി പറയാറുള്ളത്. പദ്ധതിയുടെ രൂപീകരണവും പദ്ധതിയുടെ നിർവഹണവുമാണ്. ഇവിടെ പദ്ധതിയുടെ രൂപീകരണവും അഴിമതിയുടെ നിർവഹണവും എന്ന തലത്തിലേക്ക് കായംകുളത്തെ നഗരസഭ നേതൃത്വം അതപ്പതിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്ത് നടന്നാലും തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു ജീർണതയുടെ പര്യായമായി ഒരു രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും മാറിയതിന്റെ ദുരന്തവും ദുരിതവും കഴിഞ്ഞ കുറെ നാളുകളായി കായംകുളം നിവാസികൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഏറ്റവും അവസാനം അംഗനവാടി വർക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനം തങ്ങളുടെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും കൊടുത്തു എന്ന് മാത്രമല്ല, ഈ വാർഡിലെ കൗൺസിലർ ആ അഴിമതിയുടെ നടുത്തുണ്ടം വാങ്ങി ജോലി തനിക്ക് സ്വന്തമായി തരപ്പെടുത്തിയെന്ന ഏറ്റവും അപമാനകരമായ നടപടിക്ക് കൂടി നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ കൗൺസിലറുടെ നടപടി അത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. ജനാധിപത്യത്തിലൂടെ ലഭ്യമാകുന്ന അവകാശത്തെ, അധികാരങ്ങളെ അത് നാടിനും ജനങ്ങൾക്കും വേണ്ടി അവരുടെ ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കുകയാണ് അതിന്റെ കാഴ്ചപ്പാടെങ്കിൽ, ഇവിടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം നേട്ടത്തിനും താല്പര്യത്തിനും വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് നഗരസഭ ഇന്റർവ്യൂ നടത്തുന്ന, നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ, ആ സമിതിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പോലും വാസ്തവത്തിൽ സമിതിയിലെ അംഗമായ അല്ലെങ്കിൽ നഗരസഭയിലെ അംഗമായ കൗൺസിലർക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് തന്നെ അവരെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നു. ഏറ്റവും അവസാനം 10,000-ത്തിലധികം ആളുകൾ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ത്രിവിക്രമൻ റെഡ്ഡി, ടി സൈൻലാന്തി, AJ ഷാജഹാൻ, AP ഷാജഹാൻ, K പുഷ്പദാസ്, ഗായത്രി തമ്പാൻ, നിധു രാഘവൻ, P രാജേന്ദ്രക്കുറുപ്പ്, സന്തോഷ് വെളുത്തടത്ത്, തയ്യിൽ റഷീദ്, PN രമേശൻ, ഷെഫി വല്ലയ്യത്ത്, PA കുഞ്ഞുമോൻ, BS വേലായുധൻപിള്ള, G ശിവപ്രസാദ്, അബീൽ രാജൻപിള്ള, അൻസാരി കോയിക്കലേത്ത്, ഷീജ റഷീദ്, സുധാ സുധാകരൻ, നിസ, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്.